വീട്ടിലുള്ള സകല കട്ടുറുമ്പുകളെയും പിടിച്ച് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ബേക്കൽ ബീച്ച് കാർണിവലിലോട്ടാണ് കേട്ടോ. പെട്ടിങ്ങടയ്ക്ക് മക്കളൊക്കെ കൊണ്ടുവന്നിട്ട് കാർണിവൽ കാണാതെ എങ്ങനെ പോവാനാ? ഇങ്ങനെ ഒരു കാർണിവൽ ഇവിടെ നടക്കുന്നുണ്ട് എന്നല്ലാതെ നമ്മൾ ഫസ്റ്റ് ടൈമാണ്. എല്ലാ മക്കൾസിനും ഇത് കണ്ടപാടെ മനസ്സിൽ ലഡ് പൊട്ടിയ അവസ്ഥയായിരുന്നു. എല്ലാം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ബീച്ചിൽ അത്യാവശ്യം നല്ല സ്പേസ് വെച്ചിട്ടാണ് കേട്ടോ അവരിത് സെറ്റ് ആക്കിയിട്ടുള്ളത്. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സംഭവമായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഒരുപാട് റൈഡ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഏകദേശം ഓരോ റൈഡും കയറി കഴിഞ്ഞപ്പോഴേക്കും ജസകുട്ടിന് എന്നെയും കൊണ്ട് യന്ത്രൂഞ്ഞാലി കയറാൻ ഒരു അതിമോഹം വന്നു. പണ്ടെങ്ങാണ്ട് കുട്ടിക്കാലത്ത് യന്ത്രൂഞ്ഞാലി കയറിയിട്ടുള്ള ഒരു ഓർമ്മ വെച്ചുകൊണ്ട് ഞാൻ അവളെയും കൊണ്ട് നേരെ ബീച്ച് സൈഡിലോട്ട് പോയി. ബീച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്ര ക്ലിയർ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ബീച്ച് ഞാൻ കണ്ടിട്ടില്ല. സൺസെറ്റോ അടിപൊളിയായിരുന്നു. ഒരുപാട് തവണ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിലും ഈ കിടക്കണ മദാമൊക്കെ വെച്ച് ബീച്ചിൽ കുളിക്കുന്നത് ഈ ഒരു നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ബീച്ച് കണ്ടിട്ടാണ്. ഇത് മാത്രമൊന്നല്ല കേട്ടോ, അവിടെ കാർണിവലിനോടനുബന്ധിച്ച് ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സിബിഷൻസും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് നടക്കും. അതുപോലെ തന്നെ ബീച്ച് സൈഡിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ ആരതി പൊടിയും റോബിൻ രാധാകൃഷ്ണനും വരുന്നുണ്ടെന്ന് ആരൊക്കെയോ പറഞ്ഞു കേട്ടു, പക്ഷെ കാണാൻ സാധിച്ചില്ല കേട്ടോ. ഏതായാലും 2024 ഓർക്കാൻ പാകത്തിനുള്ള ഒരു അടിപൊളി ട്രിപ്പ് തന്നെ ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ ഒരുപാട് നേരം നമ്മളോട് സ്പെൻഡ് ആക്കിയിട്ട് കുറച്ച് ബീച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാ കുരിപ്പുകളെയും വണ്ടിയിലേക്ക് പിടിച്ചിട്ട് നമ്മൾ യാത്ര സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയ്ക്കുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു എവ്രി വൺ ഫ്രം മൈ ഫാമിലി. താങ്ക് യു.